നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് ജീവിതത്തിലെ പുതിയ സ്വപ്നങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ തയ്യാറെടുത്തിരുന്ന ഒരു പെൺകുട്ടി. അവളുടെ ഭാവി അവളുടെ കൈകൾക്ക് തൊട്ടരികിലായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം എല്ലാം തകർത്തെറിയപ്പെട്ടു. 2007 ജൂൺ മാസത്തിലെ ഒരു ശനിയാഴ്ച അവളും അവളുടെ കാമുകനും 6-ാം മാസത്തെ പ്രണയവാർഷികം ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നു. തൻ്റെ പ്രിയപ്പെട്ടവന് ഒരു സമ്മാനം വാങ്ങാനായി അവൾ വൈകുന്നേരം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. പോകുന്ന വഴി അച്ഛനോടവൾ "ഐ ലവ് യു, ഉടനെ തിരിച്ചു വരാം" എന്ന് പറയുന്നു. പക്ഷേ അത് അവരുടെ അവസാന കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ആ പിതാവ് അറിഞ്ഞിരുന്നില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2007 നടന്ന കെൽസി സ്മിത്ത് എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. ദ ഡാർക്ക് സൈഡിലേക്ക് സ്വാഗതം. കെൽസി ആൻ സ്മിത്ത് 1989 മെയ് 3 സൗത്ത് കാരോലിനയിലെ ചാൾസ്റ്റണിലാണ് ജനിച്ചത്. അച്ഛൻ ഗ്രെഗ് സ്മിത്ത് ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു. 5 മക്കളിൽ മധ്യസ്ഥയായിരുന്നു കെൽസി. അവൾക്ക് 9 വയസ്സുള്ളപ്പോഴാണ് കുടുംബം കാൻസാസിലെ ഓവർലാൻഡ് പാർക്കിലേക്ക് താമസം മാറിയത്. വളരെ സുരക്ഷിതമായ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് അവൾ വളർന്നത്. കെൽസിയെക്കുറിച്ച് അവളുടെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: അവൾ എപ്പോഴും സന്തോഷവതിയായിരുന്നു. സ്ക്രാപ്റ്റൺ സൺഷൈൻ എന്നാണ് അവളുടെ ടീച്ചർമാർ അവളെ വിശേഷിപ്പിച്ചിരുന്നത്. ആരെയും പെട്ടെന്ന് സുഹൃത്തുക്കളാക്കാൻ അവൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അപരിചിതരോട് പോലും വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു അവളുടേത്. ഹൈസ്കൂൾ പഠനകാലത്ത് കെൽസി എല്ലാ മേഖലകളിലും സജീവമായിരുന്നു. സ്കൂൾ ബാൻഡിൽ ക്ലാരിനെറ്റ് വായിച്ചിരുന്ന അവൾ നല്ലൊരു ഗായികയായിരുന്നു. സ്കൂൾ നാടകങ്ങളിൽ അവൾ സജീവമായിരുന്നു. ഒരിക്കൽ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന നാടകത്തിൽ ബെൽ എന്ന പ്രധാന വേഷം അവൾ അവതരിപ്പിച്ചു. ട്രാക്ക് ഇനങ്ങളിലും അവൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. മൃഗങ്ങളോടുള്ള സ്നേഹം കാരണം ഒരു വെറ്ററിനറി ഡോക്ടർ ആകാനായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. ഇതിനായി കാൻസാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവൾ അഡ്മിഷൻ എടുത്തിരുന്നു. ഇതിനിടയിൽ ജോൺ എന്ന യുവാവുമായി അവൾ ആഴത്തിലുള്ള പ്രണയത്തിലായിരുന്നു. അവർ വിവാഹിതരാകുമെന്ന് കുടുംബാംഗങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കൊല്ലപ്പെടുന്ന അന്ന് വൈകുന്നേരം ജോൺ അവൾക്ക് നൽകാനായി ഒരു പ്രോമിസ് റിംഗ് കരുതിയിരുന്നു. എന്നാൽ അത് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 2007 ജൂൺ 2 കാൻസാസിലെ ഓവർലാൻഡ് പാർക്ക് എന്ന കൊച്ചു പട്ടണത്തിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. 18 വയസ്സുകാരിയായ കെൽസി സ്മിത്ത് ആവേശത്തിലാണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണിത്. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. അന്ന് അവൾക്ക് തൻ്റെ കാമുകൻ ജോണിനൊപ്പം ഒരു ഡിന്നർ ഡേറ്റ് ഉണ്ടായിരുന്നു. പ്രണയത്തിൻ്റെ 6-ാം മാസം ആഘോഷിക്കാൻ അവൾ ജോണിനായി ഒരു സമ്മാനം കരുതിയിട്ടുണ്ട്. രാത്രി 6:30 അച്ഛൻ ഗ്രെഗിനോട് യാത്ര പറഞ്ഞ് അവൾ തൻ്റെ കാറിൽ പുറപ്പെട്ടു. "ഐ ലവ് യു ഡാഡ്, വേഗം തിരിച്ചു വരാം" എന്നായിരുന്നു ആ വാക്കുകൾ. അച്ഛൻ അവളുടെ കാർ റോഡിൽ അപ്രത്യക്ഷമാക്കുന്നത് നോക്കി നിന്നു. അന്ന് അദ്ദേഹം കണ്ട ആ കാഴ്ചയായിരുന്നു അവളുടെ അവസാനത്തെ ചിത്രം. ടാർഗറ്റ് സ്റ്റോറിനുള്ളിലേക്ക് കെൽസി കടക്കുമ്പോൾ അവൾ തനിച്ചായിരുന്നു. ഷെൽഫുകളിൽ നിരത്തിയിരിക്കുന്ന സമ്മാനങ്ങൾക്കിടയിൽ അവൾ സന്തോഷത്തോടെ തിരഞ്ഞു. എന്നാൽ അവൾ അറിഞ്ഞില്ല, തൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കുന്ന ഒരു ജോഡി കണ്ണുകൾ തൊട്ടടുത്തുണ്ടായിരുന്നു എന്ന്. CCTV ദൃശ്യങ്ങൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും. അവൾ ഒരു അയലിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ വളരെ കുറഞ്ഞ അകലത്തിൽ ഒരു അപരിചിതൻ അവളെ പിന്തുടരുന്നു. വെളുത്ത ഷർട്ടും കടും നിറത്തിലുള്ള ഷോർട്ട്സും ധരിച്ച ഒരാൾ.
അവൻ ഒന്നും വാങ്ങാനല്ല അവിടെ വന്നത്. അവൻ തൻ്റെ ഇരയെ ഉറപ്പിക്കുകയായിരുന്നു. രാത്രി 7:09 കെൽസി പണമടച്ച് പുറത്തേക്ക് നടന്നു. സ്റ്റോറിന് പുറത്തെ കാർ പാർക്കിങ്ങിലേക്ക് അവൾ നടക്കുമ്പോൾ ആ അപരിചിതൻ അവളെ മറികടന്ന് ഓടി. കെൽസി തൻ്റെ കാറിനടുത്തെത്തി. സാധനങ്ങൾ അകത്ത് വെച്ച് അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ ആഞ്ഞു. ആ നിമിഷം ആ നിഴൽ രൂപം പെട്ടെന്ന് അവൾക്കടുത്തേക്ക് കുതിച്ചു. ഒരു തോക്ക് അവളുടെ നേരെ ചൂണ്ടപ്പെട്ടു. പോലീസിന് ലഭിച്ച ആ മങ്ങിയ ദൃശ്യത്തിൽ ഒരു മൽപ്പിടുത്തം കാണാം. നിമിഷങ്ങൾക്കകം അവളുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വേഗത്തിൽ ഓടിച്ചുപോയി. കെൽസി അപ്രത്യക്ഷയായിരിക്കുന്നു. വെറും 15 മിനിറ്റുകൾ കൊണ്ട് ഒരു വലിയ ദുരന്തം അവിടെ സംഭവിച്ചു. രാത്രി 7:30 ജോൺ അവളുടെ വീട്ടിലെത്തി. കയ്യിൽ അവൾക്കായി കരുതിയ ഒരു പ്രോമിസ് റിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ കെൽസി അവിടെ ഉണ്ടായിരുന്നില്ല. സമയം 8 9 അവളുടെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും മറുപടിയില്ല. അച്ഛൻ ഗ്രെഗിൻ്റെ ഉള്ളിൽ തീയായിരുന്നു. ഒരു പോലീസ് ഓഫീസർ കൂടിയായ അദ്ദേഹത്തിന് അപകടം മണക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല. ആ രാത്രി ഓവർലാൻഡ് പാർക്കിലെ പോലീസും സന്നദ്ധ പ്രവർത്തകരും തെരുവിലിറങ്ങി. ഒടുവിൽ രാത്രി 11 മണിയോടെ ആ മാളിനടുത്തുള്ള മറ്റൊരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അവളുടെ കാർ കണ്ടെത്തി. കാറിനുള്ളിൽ അവളുടെ പേഴ്സും താക്കോലുമുണ്ട്. പക്ഷേ കെൽസി എവിടെ? ആ സീറ്റ് ബെൽറ്റിൽ ഒരു അപരിചിതന്റെ വിരലടയാളം പതിഞ്ഞിരുന്നു. അടുത്ത 4 ദിവസങ്ങൾ നരകതുല്യമായിരുന്നു. അവളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ മൊബൈൽ കമ്പനിയായ വെറൈസണോട് മാതാപിതാക്കൾ യാചിച്ചു. എന്നാൽ നിയമത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞുമാറി. 4 ദിവസത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ FBI ഡാറ്റ നൽകി. ലോങ് വ്യൂ ലേക്ക് എന്ന സ്ഥലത്തെ കാടിനുള്ളിലേക്കാണ് ആ ലൊക്കേഷൻ വിരൽ ചൂണ്ടിയത്. അവിടെ ആ വിജനമായ കാടിനുള്ളിൽ കെൽസിയെ അവർ കണ്ടെത്തി. പക്ഷേ അവൾക്ക് ജീവനുണ്ടായിരുന്നില്ല. ലോങ് വ്യൂ ലേക്ക് എന്ന വിജനമായ വനപ്രദേശത്ത് അയാൾ അവളെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. കെൽസി തൻ്റെ ജീവനായി പൊരുതിയിരുന്നു എന്ന് അവളുടെ ശരീരത്തിലെ മുറിവുകൾ തെളിയിക്കുന്നു. ഒടുവിൽ അവളുടെ തന്നെ ബെൽറ്റ് ഉപയോഗിച്ച് അയാൾ അവളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. തെളിവ് നശിപ്പിക്കാനായി അവളുടെ വസ്ത്രങ്ങളിൽ ബ്ലീച്ച് ഒഴിച്ച ശേഷം മൃതദേഹം ഇലകളും മരച്ചില്ലകളും ഉപയോഗിച്ച് മറച്ചു. കൊലപാതകത്തിന് ശേഷം അയാൾ കെൽസിയുടെ കാർ തിരികെ മോളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്നിട്ടു. എന്തിനാണ് അയാൾ കാർ അവിടെ തന്നെ തിരികെ കൊണ്ടുവന്നത് എന്നത് ഇന്നും നിഗൂഢതയാണ്. ക്യാമറകളിൽ പെടാതിരിക്കാൻ അയാൾ ശ്രമിച്ചെങ്കിലും മങ്ങിയ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ടാർഗറ്റ് പാർക്കിംഗ് ഏരിയയിലെ CCTV ദൃശ്യങ്ങൾ പോലീസിനെ കുഴപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ ഒന്നും വ്യക്തമായിരുന്നില്ല. എന്നാൽ ദൃശ്യങ്ങൾ വലിയ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്ത് വിശദമായി പരിശോധിച്ചപ്പോൾ ഒരു മിന്നായം പോലെ ഒരാൾ ഓടുന്നത് പോലീസ് കണ്ടെത്തി. കെൽസി കാറിലേക്ക് കയറാൻ തുടങ്ങിയ നിമിഷം തന്നെയായിരുന്നു അത്. പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതോടെ പോലീസ് സ്റ്റോറിനുള്ളിലെ 40-ലധികം ക്യാമറകൾ വീണ്ടും പരിശോധിച്ചു. അവിടെയാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച അവർ കണ്ടത്. വെളുത്ത ഷർട്ടും കടും നിറത്തിലുള്ള ഷോർട്ട്സും ധരിച്ച ഒരാൾ കെൽസിയെ ഓരോ അയലുകളിലും പിന്തുടരുന്നു. അവനൊന്നും വാങ്ങിയിരുന്നില്ല. അവൻ തൻ്റെ ഇരയെ വളരെ വ്യക്തമായി ഉറപ്പിക്കുകയായിരുന്നു. പ്രതിയുടെ ചിത്രം മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടു. 2000-ലധികം ഫോൺ കോളുകളാണ് പോലീസിനെ അന്ന് തേടിയെത്തിയത്. അതിൽ 3 പേർ ഒരേ പേര് പറഞ്ഞു: എഡ്വിൻ ഹാൾ. ഓവർലാൻഡ് പാർക്കിൽ തന്നെ താമസിച്ചിരുന്ന 26 വയസ്സുകാരനായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. അവന് ഒരു ഭാര്യയും ഒരു ചെറിയ കുട്ടിയുമുണ്ടായിരുന്നു. 2007 ജൂൺ 6 പോലീസ് അവൻ്റെ വീട്ടിലെത്തുമ്പോൾ അവൻ തൻ്റെ ട്രക്കിൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് എങ്ങോട്ടോ മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ അവൻ യാതൊരു കൂസലുമില്ലാതെ പെരുമാറി. ഞാൻ ടാർഗറ്റിൽ പോയിരുന്നു,
പക്ഷേ എനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല എന്നായിരുന്നു അവൻ്റെ വാദം. എന്നാൽ അവൻ്റെ വിരലടയാളം കെൽസിയുടെ കാറിനുള്ളിലെ സീറ്റ് ബെൽറ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എഡ്വിൻ ഹാളിനെ ചോദ്യം ചെയ്യുന്നതിനു തൊട്ടു മുൻപ് FBI നൽകിയ ലൊക്കേഷൻ ഡേറ്റ വഴി പോലീസ് മിസൂറിയിലെ ലോങ് വ്യൂ ലേക്ക് പരിസരത്തെത്തിയിരുന്നു. വെറും 45 മിനിറ്റത്തെ തിരച്ചിലൊടുവിലാണ് വനത്തിനുള്ളിൽ നിന്ന് കെൽസിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതോടുകൂടി കേസ് ഒരു തിരോധാനത്തിൽ നിന്ന് കൊലപാതകമായി മാറി. മരണശിക്ഷ ഒഴിവാക്കാനായി എഡ്വിൻ ഹാൾ കുറ്റം സമ്മതിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് താൻ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അവൻ ഏറ്റുപറഞ്ഞത്. കോടതി അവനെ പരോളില്ലാത്ത ജീവപര്യന്തം തടവിനായി വിധിച്ചു. അവൻ ഇന്നും കാൻസാസിലെ ജയിലിൽ കഴിയുന്നു. കെൽസി സ്മിത്തിന്റെ മരണം വെറുമൊരു വാർത്തയായി അവസാനിച്ചില്ല. മറിച്ച് അമേരിക്കയിലെ നിയമവ്യവസ്ഥയിൽ വലിയൊരു മാറ്റത്തിന് അത് കാരണമായി. കെൽസിയെ കാണാതായ അന്ന് രാത്രി തന്നെ അവളുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ മാതാപിതാക്കൾ ശ്രമിച്ചിരുന്നു. എന്നാൽ വെറൈസോൺ എന്ന ടെലികോം കമ്പനി അത് നൽകാൻ തയ്യാറായില്ല. കോടതി ഉത്തരവില്ലാതെ വിവരം നൽകുന്നത് സ്വകാര്യതാ ലംഘനമാണ് എന്നതായിരുന്നു അവരുടെ വാദം. കെൽസിയെ കണ്ടെത്താൻ 4 ദിവസം വൈകിയത് ഈ നിയമക്കുരുക്ക് കാരണമാണ്. മകളുടെ മരണശേഷം അവളുടെ അച്ഛൻ ഗ്രെഗും അമ്മ മിസ്സിയും ചേർന്ന് ഒരു പുതിയ നിയമത്തിനായി പോരാടി. ഒരാളുടെ ജീവൻ അപകടത്തിലാണെന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തിയാൽ കോടതി ഉത്തരവിന് കാത്തു നിൽക്കാതെ മൊബൈൽ കമ്പനികൾ ലൊക്കേഷൻ വിവരണം നൽകണം എന്നതായിരുന്നു ആ നിയമം. 2009 കാൻസാസിലെ നിയമം പാസ്സായി. ഇന്ന് അമേരിക്കയിലെ 30-ലധികം സ്റ്റേറ്റുകളിൽ ഈ നിയമം നിലവിലുണ്ട്. കെൽസിക്ക് ലഭിക്കാതെ പോയ ആ ആനുകൂല്യം ഇന്ന് പലരുടെയും ജീവൻ രക്ഷിക്കുന്നുണ്ട്. വഴിതെറ്റിപ്പോയ മുതിർന്ന പൗരന്മാരെ കണ്ടെത്താൻ, തട്ടിക്കൊണ്ടുപോയ കൊച്ചുകുട്ടികളെ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ, അപകടത്തിൽപ്പെട്ട് സംസാരിക്കാൻ കഴിയാത്തവരുടെ സ്ഥലം തിരിച്ചറിയാൻ എന്നിവയാണ് ഉദാഹരണങ്ങൾ. മകളുടെ ഓർമ്മയ്ക്കായി അവർ ഒരു ഫൗണ്ടേഷനും രൂപീകരിച്ചിരുന്നു. ഇതിലൂടെ യുവാക്കൾക്ക് സ്വയം സുരക്ഷാ പരിശീലനവും അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസുകളും നൽകുന്നു. നമ്മളുടെ മക്കൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഗ്രെഗ് പറയുന്നത്. കെൽസി സ്മിത്ത് ഇന്ന് ലോകത്തിന് വെറുമൊരു ഇരയല്ല, മറിച്ച് മാറ്റത്തിൻ്റെ പ്രതീകമാണ്. 18 വയസ്സിൽ അവളുടെ ജീവിതം അവസാനിച്ചെങ്കിലും അവളുടെ പേരിലുള്ള നിയമം ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവശ്വാസമാകുന്നു. ഗ്രെഗും മിസ്സിയും ഇന്നും തങ്ങളുടെ പോരാട്ടം തുടരുന്നു. ഈ നിയമം അമേരിക്കയിലുടനീളം ഫെഡറൽ നിയമമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കെൽസി കൊല്ലപ്പെടുമ്പോൾ അവൾക്ക് വെറും 18 വയസ്സായിരുന്നു. അവളുടെ കല്ലറയിൽ കുറിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: It's not the years in your life that counts. It's the life in your years. നിങ്ങളുടെ ജീവിതത്തെ വർഷങ്ങളല്ല പ്രധാനം, ആ വർഷങ്ങളിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതാണ്. വെറും 18 വർഷം കൊണ്ട് അവൾ സമ്പാദിച്ച സൗഹൃദങ്ങളും സ്നേഹവും ഇന്നും അവളുടെ കുടുംബത്തിന് കരുത്ത് നൽകുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ നമ്മുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. കെൽസിയുടെ കഥ നമുക്ക് നൽകുന്ന പാഠം കരുതിയിരിക്കുക എന്നതാണ്. അവളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നന്ദി.